ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കള്ളത്തരങ്ങൾ അടുത്ത കാലത്തെ വ്യാപകമായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ആഡ് ചെയ്യുന്നവരാണ് പ്രശസ്തരായ പല ഇൻഫ്ലുവൻസർമാരും. എന്നാൽ ഈ പ്രോഡക്റ്റുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും വ്യക്തമല്ല. കാരണം ഒരു മാസം തന്നെ ഒന്നിലേറെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളുടെ ആഡ് ഇവർ ചെയ്യാറുമുണ്ട്. എന്നാൽ ആഡ് കണ്ട് ഈ പ്രോഡക്റ്റുകൾ വാങ്ങുന്നവർ ധാരാളം പേരാണ്. ഇപ്പോഴിതാ നടിയും ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരികയാണ്. അടുത്തിടെ ഉണ്ണി വ്ളോഗ്സ് അഹാനയെ ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസർമാരെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊള്ളയായ ആഡുകളെക്കുറിച്ചാണ് വ്ളോഗിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ റെഡിറ്റിൽ അഹാനയ്ക്കെതിരെ വന്നിരിക്കുന്ന പോസ്റ്റാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. മിക്കപ്പോഴും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ സ്കിൻ കെയർ പ്രോഡക്റ്റുകളുടെ ആഡ് പങ്കുവയ്ക്കുന്ന അഹാന കഴിഞ്ഞ ദിവസം ഒരു സ്കിൻ കെയർ ഹോസ്പിറ്റലിൻ്റെ ആഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അഹാന കൃഷ്ണയുടെ ലോജിക്ക്: മാന്ത്രികമായി ചർമ്മം മാറ്റിയ യൂസ്ലെസ് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക, പിന്നീട് ഈ പ്രോഡക്റ്റുകൾ മാറ്റി എന്ന് പറയുന്ന സ്കിൻ പ്രശ്നങ്ങൾ ചികിത്സിച്ച് പരിഹരിച്ചതിൽ ഡെർമറ്റോളജി ക്ലിനിക്കിനെ പ്രശംസിക്കും എന്നാണ് റെഡിറ്റിൽ വന്ന ഒരു പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത്. കൃഷ്ണകുമാർ അങ്കിൾ ഈ അടുത്തായി ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരിക്കലും തൻ്റെ മക്കളുടെ തലയിൽ കുറച്ച് ബുദ്ധിയും നന്മയും കുത്തിവെക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഒരു കമൻറ്റ്. 2 ആഡും ചെയ്തിട്ട് സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്നും ക്ലിനിക്കിൽ നിന്നും പണം വാങ്ങും. ഉണ്ണി വ്ളോഗ്സിൻ്റെ വിമർശനം കൃത്യമാണ് എന്നിങ്ങനെ കമൻറ്റുകൾ നീളുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ തന്നെയാണ് അഹാന കൃഷ്ണ. അഹാനയുടെ പാത പിന്തുടർന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്ന സഹോദരിമാരും ഇന്ന് വൈറൽ താരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരാധകർക്കൊപ്പം ഹേറ്റേഴ്സും അഹാനയ്ക്ക് ധാരാളമായുണ്ട്. ഇടയ്ക്കിടെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളുടെ പരസ്യം ചെയ്യുന്നതിൽ സ്വന്തം യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും അഹാനയ്ക്ക് വിമർശനങ്ങൾ വരാറുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളോട് അഹാന പ്രതികരിക്കാറില്ല. നടി എന്നതിലുപരി ഇൻഫ്ലുവൻസറായാണ് അഹാന ഇന്ന് ലൈംലൈറ്റിൽ സാന്നിധ്യം അറിയിക്കുന്നത്. തുടരെ സിനിമകളിൽ അഹാനയെ കാണാറില്ല. അടി, പാച്ചും അത്ഭുത വിളക്കും, നാൻസി റാണി എന്നിവയാണ് അഹാനയുടെ ഒടുവിൽ ഇറങ്ങിയ സിനിമകൾ. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത നാൻസി റാണി വിവാദത്തിലായിരുന്നു. സിനിമയുടെ പ്രമോഷനുമായി അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം. വിവാദമായതോടെ വിഷയത്തിൽ വിശദീകരണവുമായി അഹാന രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നാൻസി റാണി ഷൂട്ടിംഗ് സമയത്തുണ്ടായ അനുഭവങ്ങൾ നടി വെളിപ്പെടുത്തുകയായിരുന്നു. ഇതോടെ പ്രശ്നം അവസാനിച്ചു. പിന്നീട് നാൻസി റാണി യൂട്യൂബിലൂടെ റിലീസ് ചെയ്യുകയും ചെയ്തു. മോശം അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അഹാനയുടെ അഭിനയവും വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഹാനയുടെ പുതിയ സിനിമകളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല.